പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഇന്ന് നാം ധ്യാന പഠന വിഷയമാക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായം. 14-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, നാം യേശുവിലും യേശു നമ്മിലുമാകുന്ന അനുഭവത്തിലേക്കുള്ള വളർച്ച. യേശു പിതാവിലും പിതാവ് യേശുവിലുമായിരിക്കുന്നത് പോലെ. രണ്ടാമതായി, ഈ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, ഈ തിരിച്ചറിവിലേക്ക് നമ്മളെ നയിക്കുന്നത് സഹായകനായ പരിശുദ്ധാത്മാവാണെന്ന് നാം മനസ്സിലാക്കി. യേശു പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയത് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകുവാനാണ്. മൂന്നാമതായി, വിശ്വാസികളും ത്രിയേക ദൈവവും ആയിട്ടുള്ള കൂട്ടായ്മ. യേശു പിതാവും ഒന്നായിരിക്കുന്നത് പോലെ വിശ്വാസികൾ പരസ്പരവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവവും തമ്മിലുള്ള ഐക്യം. ഈ 3 കാര്യങ്ങളുമാണ് 15-ാം അധ്യായത്തിലും 16-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും വിശദീകരിച്ചിരിക്കുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയിലൂടെ യേശു നമ്മിലും നാം യേശുവിലും ആയിത്തീരുന്ന അനുഭവത്തെക്കുറിച്ച് വിശദമാക്കുന്നു. യേശു പറയുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. യേശു മുന്തിരിച്ചെടി, പിതാവ് കൃഷിക്കാരൻ, നമ്മൾ മുന്തിരിച്ചെടിയിലെ ശാഖകൾ. പഴയ നിയമ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ദൈവജനമായ ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നതാണ് മുന്തിരിത്തോട്ടം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിന്റെ മുന്തിരിത്തോപ്പിനെ കുറിച്ചുള്ള ഗീതം കാണുന്നു. എൻ്റെ മുന്തിരിത്തോപ്പിനു വേണ്ടി ഞാൻ ചെയ്തതിലേറെ ഇനി എന്താണ് ചെയ്യാനുള്ളത്, എന്നിട്ടും എന്തുകൊണ്ടവർ കാട്ടുമുന്തിരിങ്ങ പുറപ്പെടുവിച്ചു എന്നാണ് കർത്താവ് വിലപിക്കുന്നത്. ഇവിടെ മുന്തിരിച്ചെടി കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയെ സൂചിപ്പിക്കുന്നു. നമ്മൾ മുന്തിരിച്ചെടിയിലെ ശാഖകൾ, സഭാഗാത്രത്തിലെ അവയവങ്ങൾ നമ്മൾ ഓരോരുത്തരും. 2-ാം വാക്യത്തിൽ പറഞ്ഞത്, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. പിതാവ് മുന്തിരിച്ചെടിയെ വെട്ടിയൊരുക്കുന്നത് ഫലം കായ്ക്കാനാണ്. സഭാഗാത്രത്തിലെ അവയവങ്ങളാകുന്ന നമ്മൾ ഓരോരുത്തരും, അഥവാ മുന്തിരിച്ചെടിയിലെ ശാഖകളാകുന്ന നമ്മളെ കൂടുതൽ കായ്ക്കാനായി വെട്ടിയൊരുക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 4-ാം വാക്യം, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കൂ എന്നാണ് കർത്താവ് പറയുന്നത്. തുടർന്ന് യേശു വീണ്ടും പറയുന്നു, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ അതിലെ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 31-ാം വാക്യം നമ്മൾ കണ്ടു, വചനത്തിൽ വസിക്കുന്നതിനെക്കുറിച്ചും വചനം നമ്മിൽ വസിക്കുന്നതിനെക്കുറിച്ചും. ഇവിടെ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. 6:56 പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അത് തന്നെയാണ് ഇവിടെ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. അപ്പം നാം യേശുവിലും യേശു നമ്മിലും വസിക്കുന്നത് സഭാഗാത്രത്തിലൂടെയാണ്, സഭയുടെ കൂദാശകളിലൂടെയാണ്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന. മുന്തിരിച്ചെടിയോട് ശാഖ ചേർന്ന് നിൽക്കുന്നത് പോലെ പരിശുദ്ധ കുർബാന വഴി നാം നമ്മുടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപനത്തിൻ്റെ കൂദാശ വചനങ്ങളില്ലെങ്കിലും പരിശുദ്ധ കുർബാനയെക്കുറിച്ച് സമാന്തര സുവിശേഷങ്ങളെക്കാൾ കൂടുതൽ ആഴമായ ദൈവശാസ്ത്ര ദർശനമാണ് നൽകുന്നത്. അതുപോലെ സഭയെക്കുറിച്ചും, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. യേശുവും നമ്മളും തമ്മിലുള്ള ഒരിക്കലും വേർപെടുത്താനാകാത്ത ഒരു വ്യക്തിബന്ധം, ഗാഢബന്ധം ആണ് ഇതുവഴി സ്ഥാപിക്കപ്പെടുന്നത്. യേശുവിൽ നാം നിലനിൽക്കുന്നത് കൊണ്ട്, യേശുവിൽ വസിക്കുന്നത് കൊണ്ടാണ് നമുക്കേറെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മളല്ല പ്രവർത്തിക്കുന്നത്, കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ഈ ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കണം. 6-ാം വാക്യത്തിൽ പറയുന്നു, എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുകയും
എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. യേശു നമ്മിൽ വസിക്കണം, നമ്മൾ യേശുവിൽ വസിക്കണം. യേശു നമ്മിൽ വസിക്കുന്നത് രണ്ട് വിധത്തിൽ. യേശുവിൻ്റെ വാക്കുകൾ, വചനം നമ്മളിൽ നിലനിൽക്കണം, വചനം നമ്മിൽ വസിക്കണം. നാം അവിടുത്തെ വചനത്തിലും വസിക്കണം, അല്ലെങ്കിൽ വചനത്തിലും നിലനിൽക്കണം. രണ്ട്, നാം യേശുവിൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. സഭാഗാത്രത്തിൽ, സഭയുടെ കൗദാശിക ജീവിതത്തിലൂടെ, സഭയിൽ തന്നെയാണ് നമുക്ക് വചനം മുറിച്ചു വിളമ്പിത്തരുന്നതും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ മുറിച്ചു വിളമ്പിത്തരുന്നതും. പരിശുദ്ധ കുർബാനയിലെ ഈ രണ്ട് വശങ്ങളും, വചന ശുശ്രൂഷയും തിരുശരീരരക്തങ്ങളുടെ ആഘോഷവും, വചനത്തിൻ്റെ മേശയിൽ നിന്നും തിരുശരീരരക്തങ്ങളുടെ മേശയിൽ നിന്നും നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. 7-ാം വാക്യത്തിൽ യേശു പറഞ്ഞത്, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ, 8:31 പറഞ്ഞ അതേ കാര്യം, വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ചോദിക്കുന്നത് ലഭിക്കുമെന്ന് പറഞ്ഞു. 8:31 സത്യം നമ്മെ സ്വതന്ത്രരാക്കുമെന്ന് പറഞ്ഞു. 15:8 വീണ്ടും പറയുന്നു, നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടും. നമ്മുടെ ജീവിതത്തിലൂടെ ധാരാളം ഫലം പുറപ്പെടുവിക്കുമ്പോൾ നമ്മിലൂടെ യേശു മഹത്വപ്പെടുന്നു, യേശുവിലൂടെ പിതാവ് മഹത്വപ്പെടുന്നു. പ്രിയമുള്ളവരെ, എന്താ ഈ ഫലം പുറപ്പെടുവിക്കൽ? യേശുവാകുന്ന മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്ത് ഫലങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ആത്മഫലങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം. ജീവിതം ഫലദായകമാകും. കുറേ പ്രവർത്തികൾ ചെയ്യുമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ദൈവിക നന്മയിൽ വളരും, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി മാറും. യേശു തുടർന്ന് 9-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. 8 പറഞ്ഞു വചനത്തിൽ നിലനിൽക്കണമെന്ന്. കർത്താവിൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കുമെങ്കിൽ, യേശുവിൽ വസിക്കണം, യേശുവിൻ്റെ വാക്കുകൾ നമ്മളിൽ നിലനിൽക്കണം. അങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. 9-ാം വാക്യത്തിൽ പറയുന്നു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ദൈവസ്നേഹം ഇല്ലാത്തവരിൽ വചനം നിലനിൽക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവരിലാണ് വചനം നിലനിൽക്കുന്നത്. വചനം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ വചനം ശ്രവിക്കുകയും അത് സ്വീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി മാറുന്നത്. യേശു പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. 10-ാം വാക്യത്തിൽ പറയുന്നു, ഇതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യം, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. യേശുവിനെ സ്നേഹിക്കുന്നവർ കൽപ്പന പാലിക്കും, അഥവാ കൽപ്പന പാലിക്കുന്നവരാണ് കർത്താവിനെ സ്നേഹിക്കുന്നത്. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ വചനം പാലിക്കും. യേശുവും പിതാവും അവരിൽ വന്ന് വാസമുറപ്പിക്കും. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ നിങ്ങളെൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. അപ്പോൾ പിതാവും പുത്രനും നമ്മളിൽ വന്ന് വാസമുറപ്പിക്കുന്ന മാത്രമല്ല, നമ്മൾ ആ സ്നേഹത്തിൽ നിലനിൽക്കണം, വചനത്തിൽ നിലനിൽക്കണം, സ്നേഹത്തിൽ നിലനിൽക്കണം, സഭാഗാത്രത്തിൽ നിലനിൽക്കണം. 11 മുതലുള്ള വാക്യങ്ങൾ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. മലയാളത്തിൽ സന്തോഷമെന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം ആനന്ദമെന്നാണ്. എൻ്റെ ആനന്ദം നിങ്ങളിൽ കുടികൊള്ളാൻ, നിങ്ങളുടെ ആനന്ദം പൂർണ്ണമാകാൻ. അപ്പം നമ്മുടെ ആനന്ദം പൂർണ്ണമാകുന്നത് എപ്പോഴാ? യേശു പിതാവിലും പിതാവ് യേശുവിലും ആയിരിക്കുന്ന പോലെ നാം യേശുവിലും യേശു നമ്മിലും ആയിരിക്കണം. അപ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മിൽ അധിവസിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ആനന്ദം. പ്രിയമുള്ളവരെ, നമ്മൾ ത്രിത്വൈക ദൈവത്തിൻ്റെ ഭവനങ്ങളായി മാറുകയല്ലേ, ആലയങ്ങളായി മാറുകയല്ലേ യേശു നമ്മിൽ വസിക്കുന്നത് വഴി. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ച് ദൈവവചനമനുസരിച്ച് നാം ജീവിച്ചാൽ യേശു നമ്മിലും നാം യേശുവിലും. ഇതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആനന്ദം. യേശു ഇത് നമ്മോട് പറഞ്ഞത് നമ്മുടെ ആനന്ദം പൂർണ്ണമാകാൻ വേണ്ടി. അതെങ്ങനെ പൂർണ്ണമാകും? ദൈവിക ആനന്ദം നമ്മളിൽ നിറയുമ്പോഴാണ് നമ്മുടെ ആനന്ദം
പൂർണ്ണമാകുന്നത്. ലൗകിക സന്തോഷങ്ങൾക്കൊന്നും ശാശ്വതമായ ആനന്ദം പകരാൻ പറ്റില്ല. ലൗകിക സന്തോഷങ്ങൾ ക്ഷണികങ്ങളാണ്. എന്നാൽ ആത്മീയമായ ആനന്ദം അനശ്വരമാണ്. യേശു നൽകുന്ന ആനന്ദം യേശുവിൻ്റെ ആനന്ദമാണ്. യേശുവിൻ്റെ ആനന്ദം പിതാവും പുത്രനും ഒരുമിച്ച് വസിക്കുന്നതിൻ്റെ ആനന്ദമാണ്. ആ ആനന്ദം നമുക്കും നൽകുമെന്ന്. അങ്ങനെ നമ്മുടെ ആനന്ദം പൂർണ്ണമാകും, ശാശ്വതമായ ആനന്ദത്തിലേക്ക്. അപ്പം ദൈവിക ജീവനിൽ നമ്മൾ പങ്കുകാരാകുക എന്ന് പറയുമ്പോൾ ദൈവിക കൂട്ടായ്മയിലായിത്തീരുക, ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുക, ആത്മബന്ധത്തിൽ ജീവിക്കുക. ഈ ആത്മബന്ധത്തിലും ഈ ചൈതന്യത്തിലും ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ തന്നെ ആനന്ദവും സമാധാനവും നമ്മളിൽ നിറയും. ജീവൻ്റെ അനുഭവം അപ്പോൾ ആനന്ദമായി സമാധാനമായി നാം അനുഭവിക്കുന്നു. 13-ാം വാക്യത്തിൽ യേശു തമ്പുരാൻ നമ്മളോട് പറയുകയാ, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആ സ്നേഹത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ഇതാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. യോഹന്നാൻ 3:16 പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. 1 യോഹന്നാൻ 4:10 യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും തൻ്റെ ഏകജാതനെ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായി നൽകുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. അപ്പോൾ പിതാവിൻ്റെ സ്നേഹവും പുത്രൻ്റെ സ്നേഹവും. പുത്രൻ്റെ സ്നേഹം, അവൻ സ്വയം നമുക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ഇതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇതുപോലെ നമ്മളും സ്നേഹിക്കണമെന്നാണ് യേശു പറയുന്നത്. സ്വജീവൻ നൽകിയും സ്നേഹിക്കുവാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കാൻ. ഈ സ്നേഹത്തിൻ്റെ ഫലമാണ് നാം പുറപ്പെടുവിക്കേണ്ടത്. അതാണ് ആത്മാവിൻ്റെ ഫലമാണ് സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഫലം 15-ാം വാക്യം, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നാം അവിടുത്തെ തിരഞ്ഞെടുക്കുകയല്ല. ശിഷ്യത്വത്തിൻ്റെ പാതയിൽ യോഹന്നാൻ ശ്ലീഹ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതാണ്. നമ്മൾ കർത്താവിനെ തിരഞ്ഞെടുക്കുകയല്ല, കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി നിങ്ങളെ നിയോഗിച്ചു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും നിങ്ങൾക്ക് നൽകും. ഇത് നമ്മൾ 14:14 കണ്ടതാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും പിതാവ് തരും. വീണ്ടും 16:24 ഇത് തന്നെ പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. നാം യേശുവിലും യേശു നമ്മിലും വസിക്കണമെങ്കിൽ നമ്മിൽ സ്നേഹമുണ്ടായിരിക്കണം. ആ സ്നേഹം ദൈവസ്നേഹം മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരസ്പരം സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. പരസ്പരം സ്നേഹിക്കണം. അതോടൊപ്പം ഇവിടെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ യോഹന്നാൻ ശ്ലീഹ എടുത്തു പറയുന്നു. ലോകം നമ്മെ വെറുക്കുമെന്ന്. യേശുവിനെ സ്നേഹിക്കുന്നവരെ ലോകം വെറുക്കും. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട്, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല. യജമാനന് കിട്ടിയത് നമുക്കറിയാം അല്ലേ? അവിടത്തേക്ക് കുരിശുമരണമാണ് ലഭിച്ചത്. അപ്പം പിന്നെ ദാസര് അവനേക്കാൾ വലിയവനാകില്ലല്ലോ. അവന് റിജക്ഷനാണ് കിട്ടിയതെങ്കിൽ, തിരസ്കരണമാണ് കിട്ടിയതെങ്കിൽ
ലോകം നമ്മെ വെറുക്കും, സംശയമൊന്നുമില്ല. ഈ റിജക്ഷൻ, ഈ തിരസ്കരണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മളെ ലോകം തിരസ്കരിച്ചാലും യേശുനാമത്തെ പ്രതി ലോകം തിരസ്കരിച്ചാൽ യേശുവിനെ ഏറ്റുപറയുന്നവരെ യേശു പരമപിതാവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമെന്ന് വാഗ്ദാനം തന്നിട്ടുള്ളതാണ് നമുക്ക്. ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് യേശു പറയുന്നത് ഈ അർത്ഥത്തിലാണ്. തുടർന്ന് 20-ാം വാക്യത്തിൽ യേശു പറയുന്നു, അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും. അവർ എൻ്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും. അവർ എൻ്റെ വചനം സ്വീകരിച്ചില്ല, പാലിച്ചുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ വചനവും പാലിക്കില്ല. അവരെന്നെ സ്വീകരിച്ചില്ല, നിങ്ങളെയും സ്വീകരിക്കത്തില്ല. അവരെന്നെ പീഡിപ്പിച്ചു, നിങ്ങളെയും പീഡിപ്പിക്കും. 21-ാം വാക്യത്തിൽ യേശു പറയുന്നു, എൻ്റെ നാമം മൂലം ഇവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും. കാരണം എന്നെ അയച്ചവനെ അവരറിയുന്നില്ല, ദൈവത്തെ അറിയുന്നില്ല, ദൈവത്തെ സ്നേഹിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ദൈവം അയച്ചവരെ പീഡിപ്പിക്കുന്നത്. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെ ദ്വേഷിക്കുന്നു. യേശു 22-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വന്ന് അവരോട് സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. യേശു വന്നതിനാൽ, പിതാവിനെ വെളിപ്പെടുത്തിയതിനാൽ, വെളിപാടിൻ്റെ പൂർണ്ണത അവർക്ക് നൽകിയതിനാൽ ഇനി അവർക്ക് എക്സ്ക്യൂസ് ഇല്ല, ഒരൊഴികഴിവുമില്ല. ഇപ്പോൾ അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒരൊഴിവുകഴിവുമില്ലെന്ന് കർത്താവ് ഉറപ്പിച്ചു പറയുന്നു. എന്നെ ദ്വേഷിക്കുന്നവൻ എൻ്റെ പിതാവിനെയും ദ്വേഷിക്കുന്നു. മറ്റാരും ചെയ്തിട്ടില്ലാത്ത പ്രവർത്തികൾ ഞാൻ അവരുടെ ഇടയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. അപ്പം യേശു പറയുക മാത്രമല്ല ചെയ്തത്, യേശുവിൻ്റെ പ്രവർത്തികളിലൂടെയും വെളിപ്പെടുത്തി. ഞാൻ വന്ന് സംസാരിക്കാതിരുന്നെങ്കിൽ പാപമുണ്ടാകുമായിരുന്നില്ല, ഞാൻ അവരുടെ ഇടയിൽ ഈ പ്രവർത്തികൾ ചെയ്യാതിരുന്നെങ്കിലും പാപമുണ്ടാകുമായിരുന്നില്ല. ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന അനേകം പ്രവർത്തികൾ അടയാളങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. 6 അടയാളങ്ങൾ. ഈ പ്രവർത്തികളെല്ലാം തന്നെ ദൈവത്വത്തെ, യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്നതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് യേശു വന്ന് വെളിപ്പെടുത്തിയതിനാൽ, അവൻ്റെ പ്രവർത്തികളിലൂടെയും വെളിപ്പെടുത്തിയതിനാൽ ഇനി ഒഴുകഴിവില്ല. 25-ാം വാക്യം, അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു എന്ന് അവരുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന വചനം പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത്. ഇത് യേശു പറഞ്ഞ കാര്യങ്ങൾ, പ്രവർത്തിച്ച കാര്യങ്ങൾ, ഇതൊന്നും അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ യേശുവിനെ വെറുത്തു. അത് പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിട്ടുള്ളതാണ്. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോടുകൂടെ ഉണ്ടായിരുന്നവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് യേശുവിന് സാക്ഷ്യം നൽകും, ശിഷ്യന്മാരും സാക്ഷ്യം നൽകും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ശിഷ്യരെ സാക്ഷ്യത്തിന് ബലപ്പെടുത്തുമെന്നർത്ഥം. അപ്പോൾ പരിശുദ്ധാത്മാവ് സാക്ഷ്യത്തിൻ്റെ ആത്മാവാണ്, സഹായകനായ പരിശുദ്ധാത്മാവാണ്, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവാണ്. അവൻ സമാധാനം നൽകും, ഭയമകറ്റും, ധൈര്യം പകരും, സാക്ഷ്യത്തിന് ബലം പകരും, നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് വിശദമായി പറയുകയാണ് 16-ാം അധ്യായത്തിൽ. അത് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ശ്രവിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും. ആമേൻ.